കൂടുതൽ മൊബൈൽ സംബന്ധമായ ടിപ്സുകളും ട്രിക്സുകളും നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഈ വീഡിയോയുടെ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടും ലഭ്യമാകും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അർജുൻ. ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ചെറിയൊരു ക്യാമറ ട്രിക്കാണ്. നമ്മുടെ മൊബൈലിൽ ഒരു ചെറിയൊരു ക്യാമറ ട്രിക്കാണ്. അപ്പോൾ ഏകദേശം മിക്കവർക്കും ഈ ഒരു ക്യാമറ ട്രിക്ക് അറിയാമായിരിക്കും. എങ്കിലും അറിഞ്ഞുകൂടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ പ്രയോജനപ്രദമാകും. അതായത് നമ്മളിപ്പോൾ ക്യാമറ ഉപയോഗിച്ച് നമ്മളൊരു ഫോട്ടോസ് എടുക്കുകയാണ് എങ്കിൽ ചിലപ്പോൾ അതിൽ ഒരുപാട് പോരായ്മകൾ നമ്മളെടുക്കുന്ന ഫോട്ടോയ്ക്ക് ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ നമ്മളെ കണ്ണടഞ്ഞിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമുക്ക് സംഭവിക്കാറുണ്ട്. എന്നാൽ നമ്മൾ ബേസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഒരു മോഡ് നമ്മുടെ ക്യാമറയിലുണ്ട്. ആ ഒരു മോഡ് നമ്മൾ എനേബിൾ ചെയ്തിട്ട് അതുവഴി നമ്മൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു സെക്കൻഡിൽ ഒരുപാട് ഷൂട്ടിംഗ് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടിംഗ് ചെയ്യുകയും നമുക്ക് ആവശ്യമുള്ള നമുക്ക് നല്ല ക്ലിയർ എന്ന് തോന്നുന്ന പിക്ചർ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാനും ചെയ്തെടുക്കുവാനും സാധ്യമാവുന്ന ഒരു മോഡാണ് ബേസ്റ്റ് മോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ചാൽ അതുവഴി നമ്മൾ ബേസ്റ്റ് മോഡ് ഉപയോഗിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതുമായ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ എനേബിൾ ചെയ്യേണ്ടത് എന്നുള്ളതും ബേസ്റ്റ് മോഡ് എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതും നമുക്കിപ്പോൾ കാണാം. അതായത് നമ്മളിപ്പോൾ ക്യാമറ എടുക്കുകയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫോണിൽ നമ്മുടെ ക്യാമറ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഞാൻ എൻ്റെ ക്യാമറ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ താഴെ നമ്മൾ എപ്പോഴും നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നമ്മൾ ക്യാമറയുടെ ഇതിൽ ക്ലിക്ക് ചെയ്താണ് നമ്മൾ ഫോട്ടോസ് എടുക്കുന്നത്. അതിന് പകരമായിട്ട് ഒറ്റ ക്ലിക്ക് ചെയ്യാതെ നമ്മൾ ലോങ് ആയിട്ട് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഒരു സെക്കൻഡിൽ തന്നെ ഒരുപാട് സമയം ഇങ്ങനെ ഫോട്ടോസുകൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു ഫോട്ടോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ക്യാമറയിൽ ലോങ് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു സെക്കൻഡിൽ തന്നെ ഒരുപാട് ഫോട്ടോസുകൾ എടുക്കും. അതിനുശേഷം നമുക്ക് ആ ഗാലറിയിൽ പോയിട്ട് നമ്മൾ ഫോട്ടോസ് എടുത്ത ഗാലറിയിൽ പോയിട്ട് നമുക്ക് ഏറ്റവും ക്ലിയർ എന്ന് തോന്നുന്നതും ഏറ്റവും പെർഫെക്റ്റ് എന്ന് തോന്നുന്നതുമായ ഫോട്ടോ നമുക്ക് സെലക്ട് ചെയ്യുവാനും സാധ്യമാകും. അതുപോലെ തന്നെ നമുക്ക് അനാവശ്യമായ ഫോട്ടോസുകൾ, വേണ്ടാത്ത ഫോട്ടോസുകൾ നമുക്ക് അതുവഴി ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഈ ബേസ്റ്റ് മോഡ് എടുത്ത് നമ്മൾ ഫോട്ടോസ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല ക്ലിയർ ആയിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഫോട്ടോസുകൾ നമുക്ക് ലഭ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ബേസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ക്യാമറയിൽ എനേബിൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ക്യാമറ സെറ്റിംഗ്സിൽ പോയി ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അത് എങ്ങനെ എനേബിൾ ചെയ്യേണ്ടത് എന്ന് കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളുടെ ക്യാമറയിൽ ബേസ്റ്റ് മോഡ് എനേബിൾ ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ ഓപ്പൺ ചെയ്യുക. ക്യാമറ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്യാമറയുടെ ക്യാമറ സെറ്റിംഗ്സ് എടുക്കുക. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യുക. ബേസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ജസ്റ്റ് മുകളിൽ നിന്ന് താഴോട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും. എനിക്കിവിടെ കാണാൻ സാധിക്കും ഹോൾഡ് ക്യാമറ ബട്ടൺ 2. എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു ഓപ്ഷനാണ് കാണുന്നത്, ഹോൾഡ് ക്യാമറ ബട്ടൺ 2 എന്നുള്ള ഓപ്ഷൻ. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് എനിക്ക് ഇവിടെ കാണാൻ സാധിക്കും ടേക്ക് ബേസ്റ്റ് ഷോട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, ബേസ്റ്റ് മോഡ്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ചിലരുടെ ഫോണിലെ മോഡൽ അനുസരിച്ച് മേക്ക് അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ജസ്റ്റ് നിങ്ങളുടെ ക്യാമറ സെറ്റിംഗ്സിൽ പോയിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ മറ്റ് നിങ്ങളുടെ ഫോണിൻ്റെ മോഡൽ നമ്പർ അനുസരിച്ച് നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബേസ്റ്റ് മോഡ് എങ്ങനെയാണ് എനേബിൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണുവാനും സാധ്യമാകും. കാരണം ഫോണിൻ്റെ മോഡൽ അനുസരിച്ചും മറ്റുമൊക്കെ ബേസ്റ്റ് മോഡ് എനേബിൾ ചെയ്യുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ ക്യാമറ സെറ്റിംഗ്സിൽ പോയിട്ട് ബേസ്റ്റ് മോഡ് എനേബിൾ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ക്യാമറ ഓപ്പൺ ചെയ്യുക. ക്യാമറ ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾ ക്യാമറയുടെ ഷോട്ട് എടുക്കുന്ന ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ലോങ് ആയിട്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഓരോ സെക്കൻഡിലും പല രീതിയിൽ പല ഷോട്ടിംഗ് ആയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധ്യമാകും. അതിൽ നിന്നും ബെസ്റ്റ് ആയിട്ടുള്ള ഫോട്ടോ നിങ്ങൾ ഗാലറിയിൽ പോയി നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. പക്ഷേ അതായത് അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ മൊബൈലിൽ ഈ ബേസ്റ്റ് മോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസ്റ്റ് മോഡിൻ്റെ ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഇന്ന് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. അത്ര ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് അത്ര ക്യാമറ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ലഭ്യമാവുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ വീണ്ടും കാണാം.